വിഷുവിൻ്റെ തിരക്ക് കാരണം വീഡിയോ കുറച്ച് താമസിച്ചുപോയി. നമ്മൾ ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പി പതിയെ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താ പറ്റിയത്, വിഷുവിലെ വീഡിയോകൾ കാരണം ഇതവിടെ സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ. ഞാൻ ഈസി പാലപ്പത്തിന് എപ്പോഴും ഡബിൾ ഹോൾസിൻ്റെയാണ് എടുക്കുക. അതാകുമ്പോൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ ഈസി പാലപ്പത്തിന് വെച്ചിട്ട് നമ്മൾ റവ ചേർക്കണം, പിന്നെ കുറുക്കി ചേർക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഇതിന് വേറെ ഒന്നും വേണ്ട. നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചാൽ മതി. ആവശ്യത്തിന് പൊടിയെടുക്കുക, ഉപ്പ് ചേർക്കാം, പിന്നെ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാൻ അങ്ങനെ പാലപ്പത്തിന് പഞ്ചസാര ചേർക്കാറില്ലാത്തതുകൊണ്ട് ഉപ്പ് മാത്രമാണ് എടുത്തത്. എന്നിട്ടൊരു 3-4 സെക്കൻഡ് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അടച്ചു വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് ഇതുപോലെ പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇതൊരു അരമണിക്കൂർ എടുത്തില്ല, എന്നാലും ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്തെങ്കിലും ആയിട്ടുണ്ടാവും. ഞാനൊന്ന് മുറ്റടിച്ച് വന്നപ്പോഴേക്കും കറക്റ്റ് ടൈം ഏറ്റവും കൂടെ താമസിച്ചായിരുന്നെങ്കിൽ താഴെ പോയേനെ. അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് മാക്സിമം മതി. അപ്പോഴേക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞ് പൊന്തി വന്നേക്കുന്നുണ്ട്. ഈ ലെവലിൽ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇരുമ്പ് ചീഞ്ചട്ടി ആണെങ്കിൽ നല്ല ക്രിസ്പി ആയത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചെറിയ സാധനം നമ്മുടെ അപ്പച്ചട്ടിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് വെച്ചു. അത് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒഴിച്ചാൽ മതി. ഓവർ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിക്കുമ്പോൾ അതിനെ വിട്ടുവിട്ട് പോരും കേട്ടോ. ഇതാകുമ്പോൾ കറക്റ്റ് ലെവലായിരിക്കും. ഇച്ചിരി നമ്മൾ പൊളിച്ച് അത് കഴിയാൻ ഒരു ചെറിയതുണ്ട്. പക്ഷേ നല്ല പൂ പോലത്തെ പാലപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇച്ചിരി ഓവറായി പോയി എങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മറിച്ചെടുക്കാനൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ എപ്പോഴും ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത് ഇത്ര നൈസ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് കിട്ടില്ല. അപ്പോൾ നല്ല ഒരു മീഡിയം ചൂടിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി പാലപ്പം റെഡിയാണ്. എങ്ങനെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പഞ്ചസാര ചേർക്കാറില്ല, ഉപ്പ് മാത്രം ചേർത്തുള്ളൂ. പഞ്ചസാരയും കൂടി ചേർത്താണ് ഒരു എല്ലാവരും തന്നെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കി. ഞാൻ ഗ്രീൻ പീസ് ഓൾറെഡി വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഗ്രീൻ പീസ് നല്ലപോലെ കുക്കറിൽ അടിച്ചെടുക്കും. പിന്നെ കടുക് പൊടിച്ചിട്ട് ആവശ്യം എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറുള്ളി ഇതുപോലെ നമ്മൾ കടുക് പൊടിക്കാൻ അതുപോലെ കടുക് പൊടിച്ചിട്ട് ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. നല്ല സോഫ്റ്റ് എന്താ പറയുക, ഗ്രീൻ പീസിൻ്റെ ഒരു കറി അതില്ലേ അതൊന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മൾ പാലില്ല, തിളച്ച പാല് അത് അര ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടും. ഗ്രീൻ പീസിൻ്റെ ഒരു വെന്ത് നല്ല ഉടഞ്ഞ് കഴിയുമ്പോൾ ഒരു ക്രീമില്ല. അതിൻ്റെ കൂടി പാലും കൂടി ആകുമ്പോൾ നല്ല പാലിൻ്റെ ഒരു ചൊവ്വയോ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിത് പാൽ ഒഴിച്ചാൽ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതുപോലെ നമുക്ക് നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നതോറും കുറുകി വരും. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പാലപ്പം എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യുമോ?